വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. വളരെ രുചികരമായ ബീഫ് കറിയും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലാടയും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം നന്നായി വാഷ് ചെയ്ത് ഇവിടെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് അര കപ്പ് അളവിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അധികമായി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കൈവച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുക്കർ എടുത്ത ശേഷം അതിനകത്തേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള ബീഫിനനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈമും വ്യത്യാസപ്പെടാം. ഇവിടെ ഞാൻ 5 വിസിൽ വരുന്ന സമയം വരെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലപ്പൊടി തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ആണ് ചേർത്തിരിക്കുന്നത്. ഇവ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിന് പകരം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കുരുമുളക് ഈ രീതിയിൽ ചേർത്ത് പൊടിച്ചെടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇവ ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി ചൂടായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീഫ് 5-6 വിസിലിന് ശേഷം ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബീഫെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത ശേഷം ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ പിന്നീട് ഞാനിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കാളിയെല്ലാം ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആ തവ വെച്ച് നമുക്കൊന്ന് തക്കാളിയെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ മസാലയുടെ കളറെല്ലാം ഒന്ന് നന്നായി മാറി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ മസാലയെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ കൂടെ ആ വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്തിരുന്നത്. പിന്നീട് അതിലെ ഉള്ളിയിലെയും ബീഫിൻ്റെയും എല്ലാം വെള്ളം ഇറങ്ങി വന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബീഫ് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ മസാലയിൽ കിടന്ന് ബീഫ് കുറച്ച് സമയം ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം ആയപ്പോൾ ഞാൻ ഈ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഫെല്ലാം നല്ല കുറുകിയ ചാറോടുകൂടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കറിക്ക്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളക് നന്നായി ചൂടായതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത ശേഷം നമുക്കിത് ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ബീഫിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കറിക്ക് അനുഭവപ്പെടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ പാലാടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാലാട തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ജീരകശാല അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സമയത്ത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സമയം ഞാൻ ഇതിവിടെ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. പിന്നീട് നന്നായി കുതിർന്ന് വന്നതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് ഈ അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 1 കോഴിമുട്ടയും ആണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായി അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിപ്പയിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ബാക്കിയുള്ള തരിയെല്ലാം ഞാൻ ഒന്നുകൂടെ മിക്സിയിൽ അരിച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് അരിപ്പയിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 3.5 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് അരിക്ക് പകരം 2 കപ്പ് അരി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കുന്നതാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപടി യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത തവി മാവ് കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് പിന്നീട് ഇത് കുക്കാവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ നിന്ന് തന്നെ ഇങ്ങനെ മറച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് പകുതിയാക്കി മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലാടയും അതുപോലെ തന്നെ
ബീഫ് കറിയും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പാലാടയെല്ലാം ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.